Dear students, welcome to Akashawani Kannur. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. مستمعون الكرام، أنا اسمي سراج الدين من قرية بنيور. الحين أنا أعمل كمدرس للغة العربية في المدرسة الحكومية الثانوية بكاليكടവ്. എൻ്റെ പേര് സിറാജുദ്ദീൻ. തളിപ്പറമ്പ് നോർത്ത് സബ് ജില്ലയിലെ കാലിക്കടവ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ അറബിക് അധ്യാപകനാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രശ്നോത്തരിയിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ പരിചയപ്പെടാം. അൽ ഫരീഖുൽ അവൽ, ടീം എ. ഇസ്മി ഫാത്തിമത്തുൽ ഹാദിയ. ഇസ്മി നജില ഫാത്തിമ, JHS കൂത്തുപറമ്പ. ടീം ബി. ഇസ്മി ഫാത്തിമ കെ. ഇസ്മി ഫാത്തിമ TV, GHS കണ്ണാടിപ്പറമ്പ. ടീം സി. ഇസ്മി സയാന TM. ഇസ്മി മുഹമ്മദ് റയാൻ, CHSS ചൊവ്വ. ടീം ഡി. ഇസ്മി ഫാത്തിമത്ത് സന കെ. ഇസ്മി സന, GHS ഇരിക്കൂർ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 5ാമത്തെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. നഹ്നു നദ്ഖുലു അൽ മർഹല അൽ ഖാമിസ. അവലൻ നഹ്നു നുനാഖിഷ് അൻ ഹയാത്തി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. മുവാസാത്തു തിഫ്ല എന്ന കവിത എഴുതിയ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ജീവചരിത്രമാണ് ഈ റൗണ്ടിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്വാലുൽ അവൽ ലി ഫരീഖി എ. ഈ റൗണ്ടിൽ ശരിയായ ഉത്തരങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് 3 മാർക്കാണ്. പാസ് ചെയ്ത് കിട്ടുന്ന അവസരങ്ങളിലുള്ള ശരിയായ ഉത്തരങ്ങൾക്ക് 2 മാർക്കും. അസ്വാലുൽ അവൽ ലി ഫരീഖി എ. ഐന വുലിദ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജനിച്ചത് എവിടെയാണ്? ചോദ്യം ടീം എയോടാണ്. ലുബ്നാൻ. ലബനാൻ ശരിയായ ഉത്തരമാണ്. ടീം എക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അസ്വാലു ഥാനി ലി ഫരീഖി ബി. 2ാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ഉദ്കുർ വാഹിദൻ മിൻ മുഅല്ലഫാത്തി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. റിഹ്ലത്തു ഇലാ ലണ്ടൻ. റിഹ്ലത്തു ഇല ലണ്ടൻ, എൻ്റെ ലണ്ടൻ യാത്ര, CH മുഹമ്മദ് കോയയുടെ ജീവചരിത്രമാണ്. ടീം സിയിലേക്ക് ഈ ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. അസ്സഹാബ. അസ്സഹാബ സ്വഹാബിമാർ, അതും CH മുഹമ്മദ് കോയയുടെ രചനകളിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ ടീം എയോ ഡിയോ ഉത്തരം പറയാവുന്നതാണ്. അന്നബിയു. അന്നബിയു, ദ പ്രോഫറ്റ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഇംഗ്ലീഷിൽ എഴുതിയ വേൾഡ് ബെസ്റ്റ് സെല്ലറുകളിൽ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ്. ടീം എക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം സിയോടാണ്. കാന ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉളുവൻ ഫി റാബിതത്തിൻ ലിൽ കുത്താബ്. എഴുത്തുകാരുടെ ഒരു സംഘടനയുടെ അംഗവും അതിന്റെ സ്ഥാപകനുമായിരുന്നു ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഏതായിരുന്നു ആ എഴുത്തുകാരുടെ കൂട്ടായ്മ? ടീം സി പാസ് ചെയ്തിരിക്കുന്നു. ടീം ഡിക്ക് ഉത്തരം പറയാവുന്നതാണ്. ടീം ഡിക്കും ഉത്തരം അറിയില്ല. ടീം എ, ടീം ബി. വകാന ഉളുവൻ ഫി റാബിതത്തുൽ ഖലമിയ്യ. റാബിതത്തുൽ ഖലമിയ്യ എന്ന എഴുത്തുകാരുടെ കൂട്ടായ്മയുടെ സ്ഥാപകനാണ്, അതിലെ അംഗമാണ് ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്.
തൂഫിയ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഐന. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ജനിച്ചത് ലബനാനിലാണ്. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടത് എവിടെയാണ്? ടീം ഡി ന്യൂയോർക്ക്. ന്യൂയോർക്ക് ശരിയായ ഉത്തരമാണ്. ടീം ഡിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോട് തന്നെയാണ്. ജമീൽ സിദ്ദീഖി അസ്സഹാവി ഇന്ന ഗരീബാനി ഹാഹുന എന്ന അവസാനത്തെ യൂണിറ്റിലെ അവസാനത്തെ കവിത എഴുതിയ കവിയാണ്. ജമീൽ സിദ്ദീഖി അസ്സഹാവി ഐന വുലിദ ജമീൽ സിദ്ദീഖി അസ്സഹാവി. ചോദ്യം ടീം സിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ടീം സി ഇറാഖ് ശരിയായ ഉത്തരമാണ്. ടീം സിക്ക് 2 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യവും ടീം സിയോടാണ്. കാന വാലിദു ജമീൽ സിദ്ദീഖി അസ്സഹാവി മുഫ്തി ഫി അയ്യി മക്കാൻ. ഏത് സ്ഥലത്തെ മുഫ്തിയായിരുന്നു ജമീൽ സിദ്ദീഖി സഹാവിയുടെ പിതാവ്? ബാഗ്ദാദ്. ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിലെ മുഫ്തിയായിരുന്നു. കാന വാലിദുഹു മുഫ്തി ബഗ്ദാദ്. ടീം സി ശരിയായ ഉത്തരമാണ്. ടീം സിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ജമീൽ സിദ്ദീഖി അസ്സഹാവി എഴുതിയ ഏത് കവിതയാണ് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചത്? ഇന്ന ഖരീബന ഹാഹുന. ഇന്ന ഗരീബാനി ഹാഹുന ശരിയായ ഉത്തരമാണ്. നമ്മൾ രണ്ടാളും ഇവിടെ പരദേശികളാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. ടീം ബിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം എയോടാണ്. ജമീൽ സിദ്ദീഖി അസ്സഹാവിയുടെ ഒരു പുസ്തകത്തിന്റെ പേര് പറയുക. ഉദ്കുർ വാഹിദൻ മിൻ മുഅല്ലഫാത്തി ജമീൽ സിദ്ദീഖി അസ്സഹാവി. അദ്ദീവാൻ ശരിയായ ഉത്തരമാണ്. ജമീൽ സിദ്ദീഖി അസ്സഹാവി എഴുതിയ പുസ്തകമാണ് അദ്ദീവാൻ. അർറുബാഇയാത്ത്, അൽ കലിമുൽ മൻദൂമ. ഇങ്ങനെ 3 പുസ്തകങ്ങളാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ ധാരാളം രചനകൾ ജമീൽ സിദ്ദീഖി അസ്സഹാവിയുടേതായിട്ടുണ്ട്. ടീം എ 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇതോടെ 5ാമത്തെ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്കുകൾ: ടീം എ 6 മാർക്ക്, ടീം ബി 3 മാർക്ക്, ടീം സി 5 മാർക്ക്, ടീം ഡി 3 മാർക്ക്. അഞ്ച് റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഓരോ ടീമിനും ലഭിച്ച ആകെ മാർക്ക്: ടീം എ 35, ടീം ബി 21, ടീം സി 33, ടീം ഡി 32. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രശ്നോത്തരിയുടെ 6ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയാണ്. 5ാമത്തെ യൂണിറ്റിലെ അൽ മുഹാജിറുൽ അലീം, അന്നാഫിദ എന്നീ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ റൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിയായ ഉത്തരം പറയുന്ന ടീമിന് 3 മാർക്ക് ലഭിക്കും. പാസ് ചെയ്ത് ലഭിക്കുന്ന അവസരത്തിനുള്ള ഉത്തരത്തിന് 2 മാർക്കും. അസ്വാലുൽ അവൽ ടീം എയോടാണ് 1ാമത്തെ ചോദ്യം. മൻ ഹുവ അൽ മുഹാജിറുൽ അലീം? ആരാണ് മഹാനായ മുഹാജിർ? അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ ഉത്തരമാണ്. ടീം എ 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. 2ാമത്തെ ചോദ്യം ടീം ബിയോടാണ്. മൻ ഖാല? ആരാണ് പറഞ്ഞത്? ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറത്തുൻ. നിങ്ങൾ അതിനെ, ആ ഒട്ടകത്തെ അതിന്റെ വഴിക്ക് വിട്ടേ, അത് കൽപ്പിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ ഉത്തരമാണ്. ടീം ബിയുടെ അവർക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. 3ാമത്തെ ചോദ്യം ടീം സിയോടാണ്. ദാറുമൻ ഹിയ അവ്വലു ദാരിൻ സകന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി മദീന. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ദാറുമൻ സകന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ആദ്യമായി താമസിച്ചത്
ഏത് സഹാബിയുടെ വീടാണ്? സഹാബിയുടെ പേര് പറയുക. Ibn Ayyub radiallahu anhu. ടീം സിയുടെ ഉത്തരം പൂർണ്ണമല്ല, അതുകൊണ്ട് ടീം ഡിക്കുള്ള അവസരമാണ്. Dara Abu Ayyub Ansari. അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ്. ഇബ്നു അയ്യൂബ് അല്ല, അബൂ അയ്യൂബ്. വ്യത്യാസം മനസ്സിലായല്ലോ. ഇബ്നു എന്ന് പറഞ്ഞാൽ മകനാണ്, അബു എന്ന് പറഞ്ഞാൽ പിതാവാണ്. അബൂ അയ്യൂബുൽ അൻസാരി. ടീം ഡിക്ക് 2 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. അൽ മുഹാജിറുൽ അലീം എന്ന പാഠഭാഗം എടുത്തത് സുവറു മിൻ ഹയാത്തി സഹാബ എന്ന വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ്. മൻ ഹുവ മുഅല്ലിഫ് കിതാബ് സുവറു മിൻ ഹയാത്തി സഹാബ. സുവറു മിൻ ഹയാത്തി സഹാബ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? Abdurrahman Rafat Basha. അബ്ദുറഹ്മാൻ റഫത്ത് ബാഷ. ശരിയായ ഉത്തരമാണ്. ടീം ഡിക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. പാഠപുസ്തകത്തിലെ അവസാന യൂണിറ്റിലുള്ള കവിത ജമീൽ സിദ്ദിഖി അസ്സഹാവിയുടെ ഇന്ന ഗരീബാനി ഹാഹുന എന്ന കവിതയുമായി ബന്ധപ്പെട്ടതാണ്. ഞാനൊരാശയം പറയും, അതിനോട് യോജിക്കുന്ന കവിതയിലെ വരി കണ്ടെത്തി നിങ്ങൾ പാടുകയാണ് വേണ്ടത്. 3 മാർക്കാണ് ശരിയായ ഉത്തരത്തിന്. കാനത് സിയാബുഹു ബാലിയതൻ ഗൈറ അന്നഹ നളീഫത്തുൻ. അദ്ദേഹത്തിൻ്റെ വസ്ത്രം പഴകി നുരുമ്പി ദ്രവിച്ചതാണ്, പക്ഷെ അത് നല്ല വൃത്തിയുള്ളതാണ്. Alayhi Siyabun Rasahu Ghaira Annaha Nilafu Walam Tadnas Lahunna Juyub. അലൈഹി സിയാബുൻ റസത്തുൻ ഗൈറ അന്നഹാ നിളാഫു വലം തദ്നസ് ലഹുന്ന ജുയൂബു. ശരിയായ ഉത്തരമാണ്. ടീം ഡിക്ക് 3 മാർക്ക് കൂടി ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. ذات مساء كان الشاعر ماشيا في طريق بغداد. لقد كنت في درب ببغداد ماشيا وقد أوشكت شمس النهار طيب. لقد كنت في درب ببغداد ماشيا وقد أوشكت شمس النهار تغيب. ഒരു ദിവസം ബഗ്ദാദിലെ തെരുവിലൂടെ സൂര്യാസ്തമയ സമയത്ത് ഞാൻ നടന്നു പോവുകയായിരുന്നു. ടീം സി കണ്ടെത്തിയ വരി ശരിയായ ഉത്തരമാണ്. ടീം സിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ആശയം ഇതാണ്. സഅല ഷാഇറു അൻ ഹാദ ശൈഖിൽ മദ്ലൂം ഫഖീല ഹുവൽ ഹഖ്. മർദ്ദിതനായ ഈ വൃദ്ധനെക്കുറിച്ച് കവി ചോദിച്ചു, ഇതാരാണ്? അപ്പോൾ പറയപ്പെട്ടു അത് സത്യമാണ്. فسألت من هذا فقال مجاوب هو الحق جاء اليوم فهو غريب. فسألت من هذا فقال مجاوب هو الحق جاء اليوم فهو غريب. അപ്പോൾ ഞാൻ ആളുകളോട് ചോദിച്ചു, ഇതാരാണ്? ഈ ആളുകളൊക്കെ ആക്ഷേപിക്കുകയും എറിയുകയും ഓടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അത് സത്യമാണ്. അപ്പോൾ ടീം ബി ശരിയായ ഉത്തരമാണ് കണ്ടെത്തിയത്. അവർക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം എയോടാണ്. ആശയം ഇതാണ്. ഖാല ഷാഇർ അന ഗരീബുൻ മിസ്ലക് ഫി ഹാദൽ ബലദ് ഫകുല്ലു ഗരീബിൻ ഖരീബുൻ ലിഗരീബിൻ ആഖർ. فقلت له إنا غريبان هؤنا وكل غريب لغريب نصيب. ടീം എയുടെ ഉത്തരം ശരിയാണ്. ഫഖുൽതു ലഹു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കവി ആ വൃദ്ധനോട് പറഞ്ഞു, ഇന്ന ഗരീബാനി ഹൗന, നമ്മൾ 2 ആളും ഇവിടെ പരദേശികളാണ്, വിദേശികളാണ്. വകുല്ലു ഗരീബിൻ ലിൽ ഗരീബി നസീബു, എല്ലാ വിദേശിയും എല്ലാ പരദേശിയും മറ്റൊരു പരദേശിക്ക് കുടുംബ ബന്ധമുള്ളവനാണ്. ടീം എ 3 മാർക്ക് നേടിയിരിക്കുന്നു. പ്രശ്നോത്തരിയുടെ 6 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. 6ാമത്തെ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച മാർക്കുകൾ: ടീം എ 6 മാർക്ക്, ടീം ബി 6 മാർക്ക്,
ടീം സി 3 മാർക്ക്, ടീം ഡി 8 മാർക്ക്. ആറ് റൗണ്ടുകളിലുമായി ആകെ ലഭിച്ച മാർക്ക് ടീം എ 41 മാർക്ക്, ടീം ബി 27 മാർക്ക്, ടീം സി 36 മാർക്ക്, ടീം ഡി 40 മാർക്ക്. പത്താം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ 2-5 യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയ പ്രശ്നോത്തരിയിലെ അവസാനത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ അവസാനത്തെ റൗണ്ടിൽ അറബിക് ഗ്രാമറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവരും ആലോചിച്ച് ഉത്തരങ്ങൾ പറയുക. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ഒരു പ്രവർത്തനമാണ് ഇഖ്റഇൽ ഫിഖ്റ വല ജാബിറൻ ബദല ഫാത്തിമ. പാരഗ്രാഫ് വായിച്ച് ഫാത്തിമ എന്ന പേരിന് പകരം ജാബിർ എന്ന പേര് വെക്കുമ്പോൾ ഭാഷാപരമായ അനിവാര്യമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഫിയല് അറബി വേർബുകളിലും അതുപോലെ തന്നെ ലമീർ സർവനാമങ്ങളിലൊക്കെ ഉണ്ടാവും. ആ മാറ്റങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ റൗണ്ടിലെ ഓരോ ചോദ്യങ്ങൾക്കും 3 വീതം മാർക്കുകളാണ് ശരിയുത്തരത്തിന്. പാസ് ചെയ്ത് ലഭിക്കുന്ന അവസരങ്ങളിലെ ഉത്തരങ്ങൾക്ക് 2 മാർക്കും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫാത്തിമ തഅമലു ഫിൽ മുസ്തഷ്ഫ. ഫാത്തിമക്ക് പകരം അഷ്ഫാഖ് എന്ന പേര് വെച്ചാലുണ്ടാകുന്ന മാറ്റം, അതാണ് ടീം എ പറയേണ്ടത്. അഷ്ഫാഖ് യഅമലു ഫിൽ മുസ്തഷ്ഫ. അഷ്ഫാഖ് യഅമലു ഫിൽ മുസ്തഷ്ഫ. തഅമലു എന്ന മുളാരിയായ ഫിഅല് യഅമലു മുദക്കറാവുമ്പോൾ പുല്ലിംഗമാകുമ്പോൾ യഅമലു എന്നായി മാറും. ടീം എ ശരിയായ ഉത്തരമാണ്. അവർക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം ടീം ബിയോടാണ്. ഹിയ തൊബീബത്തുൻ. ഹിയ തൊബീബത്തുൻ. ഹുവ ത്വബീബുൻ. ഹുവ തൊബീബുൻ. ശരിയായ ഉത്തരമാണ് ടീം ബി പറഞ്ഞത്. ഹിയ എന്ന ലമീർ ഹുവ എന്നായി മാറും. അതുപോലെ തൊബീബത്തുൻ എന്നുള്ളത് തൊബീബുൻ എന്നായി മാറും. ടീം ബിക്ക് അഭിനന്ദനങ്ങൾ. 3 മാർക്ക് നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോടാണ്. തഖ്റുജു ഇലൽ അമലി സ്വബാഹൻ. യഖ്റുജു ഇലൽ അമലി സ്വബാഹൻ. യഖ്റുജു ഇലൽ അമലി സ്വബാഹൻ. ടീം സിയുടെ ശരിയായ ഉത്തരമാണ്. അവർക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഫാത്തിമയായതുകൊണ്ടാണ് തഖ്റുജു ഇലൽ അമലി സ്വബാഹൻ. അത് അഷ്ഫാഖായി മാറുമ്പോൾ യഖ്റുജു ഇലൽ അമലി സ്വബാഹൻ എന്നാണ് മാറ്റം വരിക. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. തഹ്മിലു മഅഹ അൽ ഫവാക്കിഹ ലി ഇബ്നതിഹ. യഹ്മിലു മഅഹു അൽ ഫവാക്കിഹ ലി ഇബ്നതിഹി. ടീം ഡിയുടേത് ശരിയായ ഉത്തരമാണ്. ഒരുപാട് കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ഒരു സെന്റൻസ് ആയിരുന്നു. യഹ്മിലു മഅഹു അൽ ഫവാക്കിഹ ലി ഇബ്നതിഹി. ഇപ്പോൾ അഷ്ഫാഖ് ഫാത്തിമക്ക് പകരം അഷ്ഫാഖ് ആകുമ്പോൾ മുളാരിയായ ഫിഅല് തഹ്മിലു യഹ്മിലു എന്നായി മാറും. മഅഹ അവളോടൊപ്പം എന്നുള്ളത് മഅഹു അവനോടൊപ്പം എന്നായി മാറും. അതുപോലെ ലി ഇബ്നതിഹ എന്നുള്ളത് ലി ഇബ്നതിഹി എന്നായി മാറും. ടീം ഡി ശരിയായ ഉത്തരമാണ്. അവർക്കും 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത 4 ചോദ്യങ്ങൾ അറബിയിലെ ലമീറുകൾ അല്ലമാഇറു പ്രോനൗണുകളുമായി ബന്ധപ്പെട്ടതാണ്. അറബിക്ക് മാലിയായ ഫിഅലുകളും അതുപോലെ മുദാരിയായ ഫീലുകളും പ്രോനൗണുകളും നിരന്തരമായി എല്ലാ SSLC പരീക്ഷയിലും പരിശോധിക്കാറുണ്ട്. ലമീറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടീം ഡിയോടാണ് ആദ്യത്തെ ചോദ്യം. രാഹുൽ വറാഷിദ് ദാരിസാനി ഡാഷ് സദീഖാനി ഹമീമാനി. വിട്ട ഭാഗത്ത് യോജിച്ച ലമീർ പ്രോനൗൺ സർവനാമം വെച്ച് ആ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. രാഹുൽ വറാഷിദ് ദാരിസാനി ഡാഷ് സ്വദീഖാനി ഹമീമാനി. ഹുമാ സ്വദീഖാനി വ ഹമീമാനി. ഹുമാ സ്വദീഖാനി ഹമീമാനി. ടീം ഡിയുടേത് ശരിയായ ഉത്തരമാണ്. അവർക്ക് 3 പോയിന്റ് ലഭിച്ചിരിക്കുന്നു.
അടുത്ത ചോദ്യം ടീം സിയോടാണ്. അത്തുല്ലാബു ഡാഷ് യദ്റുസൂന ഫിൽ മദ്രസത്തി സാനവിയ്യ. ശരിയായ ലമീർ സർവനാമം വെച്ച് പൂർത്തിയാക്കുക. അത്തുല്ലാബു ഡാഷ് യദ്റുസൂന. ഹും യദ്റുസൂന. അത്തുല്ലാബു ഹും യദ്റുസൂന. ടീം സിയുടേത് ശരിയായ ഉത്തരമാണ്. അവർക്കും 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ജാബിർ ദാരിസുൻ ഡാഷ് യദ്റുസു ഫിസ്സഫിൽ ആഷിർ. ഹുവ യദ്റുസു ഫിസ്സഫിൽ ആഷിർ. ശരിയായ ഉത്തരമാണ് ടീം ബിയുടേത്. ജാബിർ ഒരൊറ്റ ആൺകുട്ടിയാണ്. ജാബിർ ദാരിസ് ഹുവ യദ്റുസു ഫിസ്സഫിൽ ആഷിർ. ജാബിർ ദാരിസ് ഹുവ യദ്റുസു ഫിസ്സഫിൽ ആഷിർ. ടീം ബിക്ക് 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ പ്രശ്നോത്തരിയിലെ അവസാനത്തെ ചോദ്യമാണ്. ടീം എയോടാണ് ഈ ചോദ്യം. ഉഖ്തുഹു ഫാത്തിമ ഡാഷ് തദ്റുസു ഫിസ്സഫി സാമിൻ. ഉഖ്തുഹു ഫാത്തിമ അവന്റെ സഹോദരി ഫാത്തിമ ഡാഷ് അവിടെ ഒരു സർവനാമം ലമീർ. ഹിയ. ഉഖ്തുഹു ഫാത്തിമ ഹിയ തദ്റുസു ഫിസ്സഫി സാമിൻ. ടീം എയുടെ ശരിയായ ഉത്തരമാണ്. അവർക്കും 3 മാർക്ക് ലഭിച്ചിരിക്കുന്നു. ഈ പ്രശ്നോത്തരിയുടെ അവസാനത്തെ റൗണ്ടിൽ എല്ലാ ടീമും നന്നായി പെർഫോം ചെയ്തു. എല്ലാവർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിച്ചു. ടീം എ, ടീം ബി, ടീം സി, ടീം ഡി എല്ലാവരും 6 പോയിന്റുകൾ നേടി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. 7 റൗണ്ടുകളിലായി നടന്ന പ്രശ്നോത്തരി അവസാനിച്ചപ്പോൾ ഓരോ ടീമും നേടിയ ടോട്ടൽ മാർക്ക് പരിശോധിക്കാം. ടീം എ GHSS കൂത്തുപറമ്പ 47 മാർക്ക്. ടീം ബി GHSS കണ്ണാടിപ്പറമ്പ 33 മാർക്ക്. ടീം സി ചൊവ്വ HSS 42 മാർക്ക്. ടീം ഡി GHSS ഇരിക്കൂർ 46 മാർക്ക്. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ടീം എ GHSS കൂത്തുപറമ്പ 47 മാർക്ക്. രണ്ടാം സ്ഥാനം നേടിയത് ടീം ഡി GHSS ഇരിക്കൂർ 46 മാർക്ക്. വിജയികൾക്കും പങ്കെടുത്ത എല്ലാ ടീമിനും പ്രത്യേകം അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ പ്രശ്നോത്തരിയിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റും 5ാമത്തെ യൂണിറ്റുമാണ് ചർച്ച ചെയ്തത്. ഓർമ്മ പരിശോധിക്കുന്ന ചോദ്യങ്ങൾ മാത്രമല്ല, നമുക്ക് കൂടുതൽ വികസിപ്പിച്ചെഴുതേണ്ട ചോദ്യങ്ങളും വരും. ഒരുപാട് പരിശീലനങ്ങൾ, പഠനം മാത്രമല്ല ഒരുപാട് പരിശീലനങ്ങൾ, പരീക്ഷകളൊക്കെ നമ്മളെ കൂടുതൽ കരുത്തരാക്കും. ഇതോടുകൂടി 10ാം ക്ലാസ്സിലെ അറബിക് പാഠപുസ്തകത്തിലെ എല്ലാ യൂണിറ്റുകളുടെയും ചർച്ച ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉന്നതമായ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കട്ടെ. തുല്ലാബി അൽ അഇസ്സ വബിഹാദ തമ്മത് അൽ മുനാഖശ വൽ മുസാഅല ലജമീഇൽ വഹദാത് ഫി കിതാബിൽ ലുഗ അൽ അറബിയ. സയ്യിദി ശുക്രൻ ലിജുഹൂദി ശുക്രൻ ജസീല. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.